ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ മോർണിംഗിൽ ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഉണ്ടാക്കുന്നത് അപ്പാണ് കേട്ടോ. പുറത്ത് നല്ല പൊരിഞ്ഞ മഴയാണ്. അതിൻ്റെ ആ ഒരു വോയിസ് നിങ്ങൾക്ക് കുറേശ്ശൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ടാവും. സാധാരണ പിള്ളേർക്ക് ക്ലാസ്സുള്ള ദിവസമൊക്കെ ഇതേപോലെ പൊരിഞ്ഞ മഴയായിരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഈ മഴ കണ്ട് പേടിച്ച് അപ്പം തന്നെ പിറ്റേ ദിവസം മുടക്ക് പ്രഖ്യാപിക്കും. അപ്പോൾ എന്താ പറയുക, പിള്ളേർക്ക് അത് ഉപകാരമാണ്, അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കും ഉപകാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉണങ്ങാത്ത തുണികളൊക്കെ പിറ്റേ ദിവസം ഉണങ്ങി കിട്ടും. നല്ല അസല് വെയിലായിരിക്കും അന്നത്തെ ദിവസം. പിന്നെ പിള്ളേരെ വീട്ടിലെത്തി നോക്കേണ്ട ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരുടെയും സേഫ്റ്റിയും കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം മുടക്ക് തരുന്നത്. അതും നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ ദോശക്കല്ലിലാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഞാനൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്, അടിയിൽ പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ എന്താ പറയുക, ദോശ ഉണ്ടാക്കാനായാലും അപ്പം ഉണ്ടാക്കാനായാലും ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കുന്നത് പരമാവധി കുറച്ചു. ഒന്നാമത് ഞാനത് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു കോട്ടിംഗ് ഒക്കെ വിട്ടുപോരാണ്. ചിലപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, കോട്ടിങ് വിടാതെ നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെയാണ് വാങ്ങാറ്. പക്ഷെ എന്തോ ഒരു വർഷം 1.5 വർഷമൊക്കെ ആകുമ്പോഴേക്കും സാധനം നമുക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാവും. പിന്നെ എന്താ പറയുക, നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ മറ്റേ മരത്തിൻ്റെ കയ്യിലുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ കൂടി ഇതിൻ്റെ കോട്ടിങ് വിട്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സാധനം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റി പിന്നെ നമ്മൾ വീണ്ടും നോൺ സ്റ്റിക്ക് പാൻ തന്നെ വാങ്ങണം. വീണ്ടും അത് 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ മാറ്റണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ദോശയായാലും അപ്പായാലും ഇതുപോലത്തുള്ള ദോശക്കല്ലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ നമ്മുടെ ഇരുമ്പിൻ്റെയും നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അപ്പത്തിൻ്റെ ഒരു ചട്ടിയുമായി അത് മയക്കിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങളെക്കാളും കുറച്ചും കൂടി എന്താ പറയുക, ലൈഫ് നീണ്ടു നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ അപ്പം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പാണ്. എന്താ പറയുക, ഇതിൽ നാളികേരം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നാളികേരം ഇപ്പം കിട്ടാൻ ഭയങ്കര പാടാണ്. തെങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാളികേരമൊന്നും വീണ കാണാനില്ല. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പച്ചരിയും പിന്നെ നാളികേരം കുറച്ചും പിന്നെ കുറച്ചധികം അവലും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഈസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് പിന്നെ 2 മാസം കൂടുമ്പോഴൊക്കെ എന്താ പറയുക തെങ്ങ് കയറാറുള്ളൂ. ഓവർനൈറ്റ് വെച്ചതാണ്. ഞാനിതിൽ അവല് കൂടുതലിടുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടി പിടിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചും കൂടി ഇടും. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ മോർണിംഗ് വിശേഷങ്ങൾ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.